ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ട്രിപ്പ് വ്ളോഗാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പറമ്പിക്കുളത്തേക്കാണ്. നിറയെ ആനിമൽസിനൊക്കെ കണ്ടു. മയിൽ, മാൻ, അങ്ങനെ കുറേ ആനിമൽസിനെ കണ്ടു. നെക്സ്റ്റ് നമ്മൾ പോയത് ട്രൈബൽ ഹെറിറ്റേജിലായിരുന്നു. അവിടുത്തെ ട്രൈബൽസിനെ പറ്റിയും അവരുടെ ജീവിത രീതികളെയൊക്കെ പറ്റിയും കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബാംബു റാഫ്റ്റിങ്ങിനായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിനി പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇവിടെ നിറയെ മുതലകളുണ്ടെന്നാണ് പറഞ്ഞത്. ഈ വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് അതിനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ നേരെ പോയത് ജംഗിൾ സഫാരിക്കായിരുന്നു. അപ്പോൾ ഇത് പറമ്പിക്കുളം ഡാമാണ്. ഈ ഒരു ഡാമിലെ വെള്ളമാണ് അവിടെയുള്ള ആൾക്കാർ കുടിക്കുന്നത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഒരു അടിപൊളി പ്ലേസ് ആണിത്. പിന്നെ ജംഗിൾ സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിറയെ മാനുകളെയും മയിലുകളെയും ഒക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നിറയെ മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിറയെ മാനുകളെയൊക്കെ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ പുലി, കരടി, കാട്ടുപോത്ത്, അങ്ങനെ നിറയെ മൃഗങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ആനയും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കണ്ണിമര തേക്കിലേക്കായിരുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തേക്ക് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഇതിനെ ദൈവമായിട്ടാണ് സങ്കല്പിക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ഇതിനെ മുറിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതിന് രക്തം വന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ദൈവമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ദേ കുറ്റിക്കാട്ടിൽ ഇതേ പുലി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെയും കണ്ടു. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ വേറൊരു പുലിയെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ കണ്ടൊരു വെപ്രാളത്തിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഫോട്ടോ മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാട്ടുപോത്തിനെ കണ്ടു. ഒരു കാട്ടുപോത്തൊന്നും അല്ലായിരുന്നു, നിറയെ കാട്ടുപോത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാനിനെ കണ്ടു. മാനെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ മാനാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് മയിലും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമായിരുന്നു ട്രൈബൽ ഡാൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടും ട്രൈബൽ ഡാൻസ് കാണുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ നമ്മൾ അവരുടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെ എണീച്ചപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു. നിറയെ മയിലുണ്ടായിരുന്നു. അപ്പോൾ മയിലിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ കുറേ വീഡിയോസും എടുത്തു. പിന്നെ നമ്മൾ നേരെ വാൽപ്പാറയ്ക്കാണ് പോയത്. പിന്നെ നമ്മൾ കരടിയെ കണ്ടു. അത് മണ്ണ് ഭയങ്കര ഫോഴ്സിന് മാന്തിയിടുമായിരുന്നു.
പിന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. ഇത് വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടി 40 ചുരമാണുള്ളത്. പിന്നെ നമ്മൾ അങ്ങ് ടോപ്പിലെത്തിയിട്ട് ഷോളയാർ ഡാമിലാണ് പോയത്. അപ്പോഴും നമ്മൾ വീണ്ടും ഒരു കാട്ടുപോത്തിനെ കണ്ടു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുരമൊക്കെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ മങ്കി ഫോൾസിലേക്കാണ് പോയത്. നല്ലൊരു കുളിയൊക്കെ കുളിച്ച് നല്ല ഫ്രഷായി. എന്നിട്ട് നമ്മൾ തിരിച്ച് പൊള്ളാച്ചിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.